ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വഇദാ ഗശിയഹും മൗജുൻ കബ്ബുലൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. ഈ വചനാണ് വിശദീകരിച്ച് വന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു വൈദാ ഗശിയഹും മൗജുൻ കബ്ബുലലി, ബുലല് പോലുള്ള മൗജ്, തിരമാലകൾ അവരെ മൂടിയാൽ, പൊതിഞ്ഞാൽ, ദഅഉല്ലാഹ്, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, മുഖ്ലിസീന ലഹുദ്ദീൻ, വിധേയത്വം അള്ളാഹുവിന് ആത്മാർത്ഥമാക്കിയവരായി, നിഷ്കളങ്കരായി, നിഷ്കപടരായി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ആ കപ്പൽ കടൽ യാത്രയിൽ അവർ വിധേയത്വം അള്ളാഹുവിന് മാത്രമുള്ളവരായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആ യാത്ര തുടരും. അതാണ് ലമ്മാ നജ്ജാഹും ഇലൽ ബർ, ലമ്മാ നജ്ജാഹും അവരെ രക്ഷപ്പെടുത്തിയാൽ, ഇലൽ ബർറി, ബർറിലേക്ക്, മിൻഹും മുഖ്തസിദ്, ആ രക്ഷപ്പെടുത്തിയിട്ട് അവർ രക്ഷ നേടിയിട്ട് കഴിഞ്ഞാൽ അതോടെ മിൻഹും, ഈ ആളുകളിൽ ഉണ്ടാകും മുഖ്തസിദ് എന്നാണ്. അവിടെ മുഖ്തസിദ് നമ്മൾ പറഞ്ഞ, മുഖ്തസിദ് എന്ന് പറഞ്ഞെങ്കിൽ ചിലർ പറഞ്ഞത് അൽ മുത്തവസ്സിത്ത് ഫിൽ അമൽ, 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 കർമ്മങ്ങളിൽ ഒരു മിതത്വം. ഇവിടെ അവർ രക്ഷപ്പെടുവോളം അവർ ടോപ്പാണ്. ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹിനോട് ഏറ്റവും അടുത്ത് അള്ളാഹിനെ മാത്രം മനസ്സിൽ കണ്ടു വർത്തിക്കുന്നവനാണ് രക്ഷപ്പെടുവോളം. പക്ഷെ കരയിലേക്ക് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമിൻഹും മുഖ്തസിദ്, അവർ എന്തായി, അവിടെ നിന്നിട്ട് ഇറങ്ങി. അൽ മുത്തവസ്സിത്തു ഫിൽ അമൽ, അമലിൽ അവരൊരു മിതത്വം, അല്ലെങ്കിൽ മിതത്വം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഈ നിറഞ്ഞ അവസ്ഥ അവിടെ ഇല്ല എന്നർത്ഥം. കുറച്ചൊന്ന് ചിലർ പറഞ്ഞതാണ് ശുക്രിൽ, അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നതിൽ കുറവ് ഉള്ളവർ, ഖലീലു ശുക്ർ, നന്ദി കാണിക്കുന്നതിൽ അവർ കുറവ് വരുത്തുന്നവർ എന്നാണ്. ഈ മുഖ്തസിദ് എന്ന പ്രയോഗം പിന്നെ നമുക്ക് പലയിടത്ത് വന്നിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന ഫമിൻഹും ബാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വേദം നൽകി അനുഗ്രഹിച്ചവരെ, വേദം നൽകി അനുഗ്രഹിച്ചവരെ മൂന്ന് വിഭാഗമായിട്ട് പറഞ്ഞത്. അള്ളാഹു പറയുന്നത് സുമ്മ ഔറസ്നൽ കിതാബ്, നാം വേദം നൽകി, നാം തെരഞ്ഞെടുത്ത ദാസന്മാർക്ക്. ആ ദാസന്മാരിൽ ഒരു വിഭാഗം മാലിമുൻ ലിനഫ്സിഹി, എന്താ മാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അന്യായമുള്ളവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം വിഗണിച്ച് നിഷിദ്ധം ചെയ്ത് നിർബന്ധങ്ങളിൽ വീഴ്ച വരുത്തിയ ആളുകൾ. വമിൻഹും മുഖ്തസിദ്, അവരിൽ ആരുണ്ട്? മുഖ്തസിദ് ഉണ്ട്. വേദം കിട്ടിയിട്ട് മുഖ്തസിദായ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാജിബുകളൊക്കെ ചെയ്യും, ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. പക്ഷേ സുന്നത്തുകൾ നിർവഹിക്കുന്നതിൽ, അതേപോലെ തന്നെ ഈ മക്രൂഹായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് എന്തുണ്ട്, ചില വീഴ്ചകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അതാണ് മുഖ്തസിദ്. പിന്നെ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, സാബിഖുൻ ബിൽ ഖൈറാത്ത്, ഖൈറാത്തിൽ നന്മകളിൽ മത്സരിക്കുന്നവർ, മുന്നേറുന്നവർ എന്ന് പറഞ്ഞെങ്കിൽ അവർ നിർബന്ധ കാര്യങ്ങൾ വാജിബുകളൊക്കെ ചെയ്യും, ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. അവർ സുന്നത്തുകളൊക്കെ ചെയ്യും,
മക്രൂഹിൽ നിന്ന് പോലും അവരെന്ത് ചെയ്യും, വിട്ടു നിൽക്കും. അതാണ് സാബിക്കും ബിൽ ഖൈറാത്ത്. അപ്പം 3 ടീമുണ്ട് വേദം നൽകപ്പെട്ട ആളുകളിൽ എന്നാണ്. വാലിമുണ്ട്, മുഖ്തസിദ് ഉണ്ട്, സാബിഖ് ഉണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഫ്സീറിൽ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ബിൻ അസ്ലമിനെ ഉദ്ധരിച്ചിട്ട് പറയാണ്, മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ അൽ മുത്തവസ്സിത്ത് ഫിൽ അമൽ, അമലിൽ മുത്തവസ്സിത്ത്, ഒരു എന്താ പറയുക, പറ്റ ടോപ്പല്ല എന്നാൽ പറ്റ വാലിമല്ല, ഇടയിൽ വർത്തിക്കുന്നവർ. എന്നിട്ട് ഈ ആയത്ത് അദ്ദേഹം ഓതി കൊടുത്തു. ഏതായത് സുമ്മാ ഉറസ്നൽ കിതാബ് അല്ലദീന അസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്നുള്ള ആയത്ത് അദ്ദേഹം ഓതി എന്നാണ്. ഈ മുഖ്തസിദ് അതാണ് ഇവിടെ ഫമിൻഹും മുഖ്തസിദ്. അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തെ മുന്നിൽ കാണും വിധം തിരമാലകൾ പൊതിഞ്ഞ മനുഷ്യന്മാരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് കരയിലേക്ക് എത്തിച്ചാൽ രക്ഷപ്പെടുത്തോളം അവർ അള്ളാഹുവിനോട് അടുത്ത്, അള്ളാഹു മാത്രം ആത്മാർത്ഥമായി നിഷ്കളങ്കരായി അള്ളാഹു മാത്രം. പക്ഷേ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തില്ല, ആ ഒരു നിറവ്, ആ ഒരു തികവ് ഇല്ല. പിന്നെ അതിൽ നിന്ന് ഭംഗം വരുന്ന രീതിയിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നാലും അവരെന്തല്ല, അവർ പറ്റേ പതിതരല്ല, പതിതരുണ്ട്. അവരാരാണ്? അതാണ് ഫമിൻഹും മുഖ്തസിദ്. ഇവിടെ ബറിലേക്ക് രക്ഷപ്പെട്ടാൽ പിന്നെ 2 ടീമാണ്. അതാണ് ഫഉൽ ഫസീഹ എന്ന് പറയും. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 2 ടീമാണ്. അതിൽ ഒന്ന് മിൻഹും മുഖ്തസിദ്. മറ്റേ ടീം ആരാ? മറ്റേ ടീം ഇവിടുന്ന് വായിക്കണം. വമിൻഹും ഖത്താറും കഫൂറും ആയ ആൾ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ച് ഖത്താറും കഫൂറുമായവരും അവരിലുണ്ട് എന്നാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വമിൻഹും എന്ന് പറഞ്ഞിട്ട് പറയാതെ ഈ അനുബന്ധം പറഞ്ഞതിൽ ആ 2ാമത്തെ ടീമിനെ വായിക്കാനാണ് എന്നുള്ളതാണ്. ഖസ്ദുസ് സബീൽ എന്ന് പറയും, ഖസ്ദ് എന്ന് പറയും. അത് മിതത്വത്തിന് പറയും. പിന്നെ ഖസ്ദുസ് സബീൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണതക്ക് പറയും. യഥാർത്ഥം സിറാത്തുൽ മുസ്തഖീമിന് ഖസ്ദ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന് തഫ്സീർ ചെയ്തപ്പോൾ ഈ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഫമിൻഹും മുഖ്തസിദ് എന്ന് പറഞ്ഞെങ്കിൽ ഇവരിൽ നല്ല രുജുപാതയിൽ ഇസ്ലാമിക മാർഗേണ ചരിക്കുന്നവരുണ്ട്, തലതിരിഞ്ഞവരുണ്ട്. ആ തലതിരിഞ്ഞവരാണ് വമാ യജ്ഹദു ബി ആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരി കഫൂർ. അങ്ങനെ ഇസ്ലാം ഖസ്ദാണ്. ഇസ്ലാം എന്താണ്? ഖസ്ദാണ്. ഖസ്ദുസ് സബീൽ, നേർവഴിയാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. അപ്പോൾ ആ വഴിയെ ചലിക്കുന്നവർ എന്ന അർത്ഥത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇബ്നു കസീർ തഫ്സീറിൽ ഇബ്നു സെയ്ദിനെ ഉദ്ധരിച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈ ആയത്ത് തെളിവ് പറഞ്ഞപ്പോൾ അതൊരു നല്ല ഒരു തഫ്സീറായി തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പിന്നെ പ്രത്യേകം ഓർത്തത്. ഇവിടെ ഇനി പറയാണ് വമാ യജ്ഹദു ബി ആയാത്തിന. അതുകൂടി പറയുമ്പോഴാണ് ഇതിൻ്റെ ഉദ്ദേശം അർത്ഥം മനസ്സിലായത്. എന്താ വമാ യജ്ഹദു? ജഹദ എന്താ? ജഹദ ജഹദ ഉണ്ട്. എന്താ ജഹദ? ജഹദ അത് നഫിയു മാഫിൽ ഖൽബി മാ ഹുവ സാബിത്ത്. മനസ്സിൽ ഉറച്ച ഒന്നിനെ നിരാകരിക്കുക, നാവ് കൊണ്ട് നിരാകരിക്കുക. അതാണ് ജഹദ. മനസ്സിൽ ഉറച്ചൊരു സംഗതി അതിനെ നാവ് കൊണ്ട് നിരാകരിക്കും. മനസ്സിലുണ്ട് പക്ഷേ തൊള്ളുകൊണ്ട് സമ്മതിക്കില്ല. അതിനാണ് ജഹദ എന്ന് പറയുന്നത്. വജഹദു ബിഹ വസ്തൈഖനത്ഹ അൻഫുസുഹും എന്ന് പറഞ്ഞില്ലേ? വജഹദു ബിഹ, അള്ളാഹിൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അവർ ജഹദു നിരാകരിച്ചു. വസ്തൈഖനത്ഹ അൻഫുസുഹും, അവരുടെ ഉള്ളങ്ങൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളങ്ങളിൽ ഇപ്പോൾ ഈ ഫിറഔൻ അവർ ആ കുഫാറിന് നൽകിയ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നൽകിയതിനെക്കുറിച്ച് വസ്തൈഖനത്ഹ അൻഫുസുഹും, അവരുടെ ഉള്ളിൽ അത് ദൃഷ്ടാന്തമായിട്ടുണ്ട്. പക്ഷേ നാവുകൊണ്ട് അവരെന്തെയില്ല, പറയില്ല. അതിന് പറഞ്ഞത് എന്താ? ജഹദു ബിഹ എന്നാണ്. അവർ അതിനെ ജഹദ നിഷേധിച്ചു, നിരാകരിച്ചു. അപ്പോൾ ജഹദു ബിഹാദിന ജഹദ പേരാണ്. ഐൻ ആരെ പേരാ? പാട്ടിലില്ലേ? ഹസനുണ്ട് ഒരുത്തി ഭാര്യയായി ജഹദ എന്നാണ് അവൾക്കു പേർ, ശത്രുപക്ഷത്ത് നിന്നവൾ എന്നിട്ട് പറയില്ലേ? ഹസൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യനെ കുറിച്ച് പറയും ജഹദ ബിന്തുൽ അശ്അസ്. ആണിനും പറയും ജഹദ ഇബ്നുൽ മുഹല്ലഹിൽ. ഏതായാലും ജഹദ
വമാ യജ്ഹദു ബി ആയാത്തിന, നമ്മളുടെ ആയത്തുകളെ എന്താ നിരാകരിക്കുകയില്ല. ആരല്ലാതെ? ഇല്ല കുല്ലു ഖത്താരിൻ കഫൂർ. ഖത്താർ എന്താ? ഖത്താർ എന്ന് പറഞ്ഞെങ്കിൽ ഖത്തറിൽ നിന്നാണ്. ഖത്തർ അത് പിന്നെ അങ്ങേ അറ്റത്തെ ചതി, കൊടിയ ചതി. അഅ്ളമുൽ ഖദർ, അഅ്ളമുൽ ഖദർ അതിനാണ് പറയാ ഖത്താർ, അങ്ങേയറ്റത്തെ കൊടിയ ചതിയൻ എന്ന അർത്ഥത്തിൽ. ഖത്തർ എന്ന് പറയും, ചതിയല്ല. പിന്നെയോ അഅ്ളമുൽ ഖദർ, അങ്ങേയറ്റത്തെ ചതി എന്ന ഖത്തർ എന്ന് പറയാം. ഇവിടെ അതിനുള്ള അഗാധാർത്ഥ പ്രയോഗമാണ് ഖത്താർ പറഞ്ഞാൽ കൊടും ചതിയൻ. കഫൂർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നന്ദി കെട്ടവൻ. കഫൂർ അങ്ങേയറ്റം നന്ദി കെട്ടവൻ. ഇവിടെ ഈ സബ്ബാർ, ഷക്കൂർ അതിൻ്റെ ലംബായിട്ടാണ് ഈ ഖത്താറും കഫൂറും വന്നത്. അള്ളാഹു ഇവിടെ പറയുന്നത് വമാ യജ്ഹദു ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ നിരാകരിക്കുകയില്ല. ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, കുല്ലു ഖത്താർ എല്ലാ കൊടും ചതിയൻ. കഫൂർ അങ്ങേയറ്റം നന്ദി കെട്ടവൻ. ഇല്ല അല്ലാതെ. ശരിക്കും ഇവിടെ ജഹദ ആയാത്തിന, വമാ യജ്ഹദു ആയാത്തിന, നമ്മുടെ ആയത്തുകളെ നിരാകരിക്കുകയില്ല. ബി കൊണ്ടുവന്ന എന്താ? ആയത്തിനെ നോക്കി, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, ആയത്തിനെ നോക്കി അതിനെ നിരാകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഉദ്ദേശം. അതിനെ ബലപ്പെടുത്താനാണ്. ഇതിൽ എന്താ ആയത്ത്? ഇവിടെ അള്ളാഹു അവരെ ബറിലേക്ക് രക്ഷപ്പെടുത്തിയാൽ, കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ രണ്ട് ടീമായി. ഇതാണ് അവർ രണ്ട് വിഭാഗമായി. അതാണ് ഇഫ, രണ്ട് ടീമായി. അതിലൊരു ടീം മിൻഹും മുഖ്തസിദാണ്. മറ്റേ ടീമാരാ? വമിൻഹും ഖത്താറു കഫൂർ, കൊടിയ ചതിയനും അങ്ങേയറ്റം നന്ദി കെട്ടവനും അവരിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറഞ്ഞില്ല. അവരിൽ ഖത്താറും കഫൂറും ഉണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ യജ്ഹദു ബി ആയാതിന ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇവർ നിരാകരിക്കുന്ന അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം എന്താ? അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമതില്ലാഹ് ലിയുരിയകും മിൻ ആയാതിഹി, അല്ലേ? കപ്പൽ സഞ്ചാരത്തിൽ അള്ളാഹിൻ്റെ നിയമത്ത്, അത് ഏറ്റിയുള്ള കപ്പൽ സഞ്ചാരത്തിൽ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം കാണിക്കണമെന്നാണ്. ഇവിടെ ഇവർ നിഷേധിക്കുന്ന അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം എന്താ? ഇവർ അള്ളാഹിനോട് മുഖ്ലിസീന ലഹുദ്ദീനായിട്ട് ദുആ ചെയ്താൽ അള്ളാഹു അവരെന്ത് ചെയ്യാണ്? അവർ മരണം മുന്നിൽ കാണുമ്പോൾ അവർ രക്ഷപ്പെടുത്താണ്. ആ രക്ഷപ്പെടുക എന്നുള്ള, അവർ തിരമാലകൾ കാണുന്നു, കപ്പൽ ആ തിരമാലകൾക്കിടയിൽ സഞ്ചരിക്കുന്നത് കാണുന്നു, ദൃഷ്ടാന്തങ്ങൾ പലത് കണ്ട്. ഏറ്റവും വലിയത് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. ആ ദൃഷ്ടാന്തം അവർ കാണുകയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? അവർ ആ ദൃഷ്ടാന്തത്തെ കരയിലെത്തിയിട്ടുണ്ടെങ്കിൽ നിരാകരിക്കും. എങ്ങനെ നിരാകരിക്കണത്? അവരുടെ ചെയ്തി കൊണ്ട്. കരയിലെത്തോളം അവർക്ക് അള്ളാഹ് വേണം. കരയിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളയും വേണം, അള്ളാഹ് അല്ലാത്തവരും വേണം. അതാണ്. അതുകൊണ്ടാണ് അത് ഒരു കൊടിയ ചതിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ പ്രവണത കൊടിയ ചതി. അതാണ് ഖത്താർ കഫൂർ എന്ന് പറഞ്ഞത്. ഇവിടെ സബ്ബാർ, ഷക്കൂർ, സബ്ബാറിൻ്റെ നേരെ ലംബായിട്ടാണ് വസൻ ഖത്താർ ഉള്ളത്. സബ്ബാർ ഖത്താർ പദം ഒരേപോലെയാണ്. ഷക്കൂർ കഫൂർ എന്താ പദങ്ങൾ ഒരേപോലെയാണ്. സബ്ബാർ എന്ന് പറഞ്ഞാൽ നന്നായി ക്ഷമിക്കുന്നവനാണത്. ഖത്താർ കൊടിയ ചതിയനാണ് എന്ന് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുന്നവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? ക്ഷമിക്കുന്നവൻ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള വിധി വിലക്കുകൾ പാലിച്ച് കൽപ്പനകൾ ചെയ്ത് നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹിനോടുള്ള ആ കൂറ് പാലിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിനോടുള്ള കൂറ് പാലിക്കാൻ സബ്ബാറിനെ സാധിക്കും. എന്നാൽ ഖത്താർ കൊടിയ ചതിയൻ എന്താ? അവൻ്റെ ഏറ്റവും വലിയ ചതി അള്ളാഹിനോട് നന്ദികേടാണ്. അവന് അള്ളാഹ്ക്ക് നന്ദി കാണിച്ചിട്ട് നല്ലത് ചെയ്യാൻ, അള്ളാഹിനോക്ക് നന്ദി കാണിച്ചിട്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയൂല. അവനെന്താണ്? അവന് അക്ഷമയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവന് കരാറ് ലംഘിക്കും, കൊടിയ ചതി നടത്തും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ സബ്ബാറിന് ലംബായിട്ടാണ് ഈ ഖത്താർ. പിന്നെ ഷക്കൂർ അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്. കഫൂർ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. തഫ്സീറുകളിൽ അങ്ങനെ എന്തുകൊണ്ട് ഈ രണ്ടായത്തുകൾ, ഈ പ്രയോഗങ്ങൾ ഇങ്ങനെ വന്നു എന്നതിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ട്.
ഈ ആയത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലേക്ക് സൂചന നൽകി. ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദുൻ. ഈ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വിഭാഗം ആളുകൾ അവരുടെ അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അള്ളാഹനെ മാത്രം ദുആ ചെയ്യുന്ന ആളുകളാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ആ സ്വഭാവക്കാരാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം ഇങ്ങനെയാണ് ഹദീസിലെ പ്രയോഗം: അഖ്ലിസു എന്ന് പറഞ്ഞാൽ എന്താ? മുഖ്ലിസീങ്ങളായിക്കോളി എന്ന് പറയുന്നത്. അഖ്ലിസു ഫഇന്ന ആലിഹതകും ലാ തുഗ്നി ഹാഹുന ആണ് ഇതാ പ്രയോഗം. അഖ്ലിസു ഫഇന്ന ആലിഹതകും ലാ തുഗ്നി ഹാഹുന. വേറെ നിവേദനത്തിൽ ഉദ്ഉല്ലാഹ വഹ്ദഹു ലാ യുഗ്നി അൻകും ഇല്ലാ അൻ തദ്ഉ അല്ലാഹ വഹ്ദഹു. അങ്ങനെയാണ്. ലാ യുഗ്നി അൻകും, അങ്ങനെയാണ് പ്രയോഗം. നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല എന്ത്? ഇല്ലാ അൻ തദ്ഉ അല്ലാഹ വഹ്ദഹു. എന്താ ഈ പറഞ്ഞതിൻ്റെ ഇത് എപ്പോഴാണ് പറഞ്ഞത്? ഈ കിരിമറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട എപ്പോഴാണ് പറഞ്ഞത്? മക്ക ഫതഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 7 പേരെ അല്ലെങ്കിൽ 9 പേരെ അവരെ എവിടെ കണ്ടാലും കൊല്ലാൻ പറഞ്ഞു. വലൗകാനു മുഅല്ലഖീൻ ബി അസ്താറിൽ കഅബ, കഅബയുടെ വിരിയിൽ പിടിമുറുക്കി നിൽക്കുന്നവരാണെങ്കിലും കൊല്ലാൻ പറഞ്ഞു. കഅബയുടെ വിരിയിൽ നടന്നെങ്കിൽ ഹറമിൽ കൊല്ലാൻ പാടുള്ളതല്ല. ഹറമിൽ കഅബയോട് അടുക്കും തോറും പവിത്രത കൂടുതലേ. അപ്പോൾ കഅബയുടെ വിരിയിൽ തൂങ്ങിക്കിടക്കുകയാണെങ്കിലും കൊല്ലാൻ പറഞ്ഞു. അതിൽ ചില നിവേദനങ്ങൾ ആദ്യ റസൂലിനെ കൊല്ലാൻ പറഞ്ഞത് ഇക്രിമയാണ്. ഇക്രിമ ഇബ്നു അബി ജഹൽ ആദ്യം കൊല്ലാൻ പറഞ്ഞ ഇക്രിമനെ. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ്, പിന്നെ സുബാബ, ഇങ്ങനെ തുടങ്ങി മിഖ്യാസ് ഇബ്നു സുബാബ, അബ്ദുല്ലാഹി ഇബ്നു ഖതൽ, ഇങ്ങനെ ഉള്ള ആളുകളെ കൊല്ലാൻ പറഞ്ഞു. ഇക്രിമയെ കൊല്ലാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് വരുമ്പോൾ യുദ്ധേ ഉദ്ദേശിക്കണില്ല. റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ സ്വന്തം കഥ കടച്ചിരിക്കുന്നവർ ആമിനാണ്, അതേപോലെ തന്നെ ആയുധം വെച്ച് നിലത്തിരിക്കുന്നവർ നിർഭയരാണ്, അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ നിർഭയരാണ്, മസ്ജിദിൽ പ്രവേശിക്കുന്നവർ ഇതൊക്കെ റസൂലുള്ളാഹി പ്രഖ്യാപിക്കണം. അപ്പോഴും ഇക്രിമ കുറച്ച് ആളുകളായിട്ട് ഖന്തമ എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, സഹാബത്തിനോട്. ആ ഏറ്റുമുട്ടൽ പിന്നെ 2 പക്ഷത്തും അപകടം ഉണ്ടായി. സഹാബികൾ ചിലർ കൊല്ലപ്പെട്ടു, മുശ്രിക്കീങ്ങൾ പലരും കൊല്ലപ്പെട്ടു ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കൊല്ലാൻ എവിടെ കണ്ടാലും ഇക്രിമയെ. അതുകൊണ്ടാണ് ഇക്രിമ എന്ത് ചെയ്യുന്നത്? പിടിച്ചിക്കാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് മുന്നിൽ മക്കം ഫതഹിന് വരുമ്പോൾ അവർക്ക് പിടിച്ചിക്കാൻ പറ്റിയില്ല. ഇക്രിമ ഓടി സമുദ്രമാർഗ്ഗേന ഓടി. അങ്ങനെ കപ്പലിൽ പിന്നെ അദ്ദേഹം ഇവിടേക്ക് പോവുകയാണ്, ആഫ്രിക്കൻ ഭാഗത്തേക്ക് രക്ഷപ്പെടുകയാണ്. അപ്പോഴാണ് കപ്പൽ ഇതേപോലെ ഈ പറഞ്ഞ പോലെ വൈദാകശയവും മൗജും കമ്പൂലൻ ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോഴാണ് കപ്പൽ എന്ന് പറയുന്നത് അഖ്ലിസു എന്നാണ് എന്താ? ഉദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ്. അള്ളാഹിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്തോളി. ഫഇന്ന ആലിഹതകും ലാ തുഗ്നി ഹാഹുന. കാരണം നിങ്ങളുടെ ഇലാഹുകൾ ഇവിടെ ഉപകരിക്കൂല. നിങ്ങളുടെ ഇലാഹുകൾ ഇവിടെ ഉപകരിക്കൂല, ഇവിടെ അള്ളാഹ് മാത്രം. അതുകൊണ്ട് അഖ്ലിസു എന്ന് പറഞ്ഞു. ചില നിവേദനങ്ങളിൽ പറഞ്ഞു എന്നാണ് ലാ യുഗ്നി അൻകും ഇല്ല അൻ തദ്ഉ അല്ലാഹ വഹദ. ഇവിടെ ഫലം കിട്ടണമെങ്കിൽ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്തോളി. ലാ തുഗ്നി അൻകും കപ്പലിലുള്ള ആളുകൾ പറയാണ് നിങ്ങൾക്ക് ഉപകരിക്കൂല ഇല്ല അൻ തദ്ഉ അല്ലാഹ വഹദ, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്താലല്ലാതെ. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം ദുആർന്നോളി എന്ന് കപ്പലിലുള്ളവർ പറഞ്ഞു. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഈ ആളുകളുടെ വർത്തമാനത്തോട് പ്രതികരിച്ചത് ലഇല്ലം യൻഫഉനി ഫിൽ ബഹരി ഇല്ലല്ലാഹ് ഫലാ യൻഫഉനി ഫിൽ ബർരി ഗൈറുഹു. കടലിൽ എനിക്ക് ഉപകരിക്കുന്നത് അള്ളാഹു മാത്രമാണ് എങ്കിൽ കരയിലും എനിക്ക് ആ അള്ളാഹുവെ ഉപകരിക്കൂ.
ചില നിവേദനങ്ങൾ അഖ്ലിസു എന്ന് പറഞ്ഞതിനോട് ലൈലം യുൻജിനി മിനൽ ബഹരി ഇല്ലൽ ഇഖ്ലാസ് ഫല യുൻജിനി മിനൽ ബർരി ഇല്ലൽ ഇഖ്ലാസ്. കടലിൽ ഇഖ്ലാസെ എന്നെ രക്ഷപ്പെടുത്തുള്ളൂ എങ്കിൽ കരയിലും ആ ഇഖ്ലാസെ എന്നെ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹു ആ കപ്പലിൽ വെച്ചിട്ട് സത്യം ചെയ്യാണ്, ശപഥം ചെയ്യാണ്, അള്ളാഹിനോട് ശപഥം ചെയ്യാണ്. അല്ലാഹുമ്മ ലക അലയ്യ അഹദുൻ ലൈൻ അഖ്റജ്തനി മിൻഹാദ. അള്ളാഹുവെ, ഞാനിതാ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു, ഈ അവസ്ഥയിൽ നിന്ന് നീ എന്നെ പുറത്തെത്തിക്കുകയാണ് എങ്കിൽ ല അദ്ഹബന്ന വല അദഅന്ന യദി ഫി യദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജത്തുഹു റഊഫൻ റഹീമൻ കരീമ. ഞാൻ പോകും, എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഞാൻ എൻ്റെ ഈ കൈ വെക്കും. അങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ മുഹമ്മദിനെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എനിക്ക് റഹീമായി റഊഫായി കരീമായി കണ്ടെത്താനാകും എന്ന് അള്ളാഹിനോട് അദ്ദേഹം അവിടുന്ന് പ്രതിജ്ഞ ചെയ്യാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതാണ് ദഅല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ അള്ളാഹു ചെയ്യണ എന്ത്? ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ്. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും, ബറിലേക്ക് രക്ഷപ്പെടുത്തുന്ന അള്ളാഹിൻ്റെ കരാർ, അത് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്ന അവസ്ഥ അത് ഇക്രിമക്ക് ഉണ്ടായി. അങ്ങനെയാണ് ഇക്രിമ വരുന്നത്. മക്ക ഫതഹിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ എന്താ ഇക്രിമൻ്റെ ഭാര്യൻ്റെ പേര് പറയും? ഇക്രിമൻ്റെ ഭാര്യൻ്റെ പേരെന്താ? ഉമ്മു ഹക്കീം. ഉമ്മു ഹക്കീം ബിൻ താര. ഉമ്മു ഹക്കീം ബിന്ദുൽ ഹാരിസ്. ആരാ ഈ ഹാരിസ്? ഹാരിസ് ഇതാരാ? ഇക്രിമ ഇബിൻ അബി ജഹൽ. അബു ജഹൽ ആരാണ്? ഹിഷാം അല്ലേ? അബു ജഹൽ ഹിഷാം. ഈ അബൂ ജഹലിൻ്റെ സഹോദരനാണ് ആര്? ഈ ഹാരിസ് ഇബ്നു ഹിഷാം. അബു ജഹൽ ഇബ്നു ഹിഷാം. അബു ജഹൽ ഇബ്നു ഹിഷാം, ഹാരിസ് ഇബ്നു ഹിഷാം ഉണ്ട്. അബൂ ജഹലിൻ്റെ സഹോദരനാണ് ഹാരിസ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അഞ്ചൻ്റെ മക്കളാണ് ആര്? ഇക്രിമി ഉമ്മു ഹക്കീം. ഹാരിസ് ഇബ്നു ഹിഷാം അല്ലേ? ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മക്കം ഫതഹിന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഭയങ്കര മഹാചരിത്രമാണ്. കാരണം മക്കാർക്ക് ആ നാളുകളിൽ ഏറ്റവും സ്വാർത്ഥമായ, ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു ഹാരിസ് ഇബ്നു ഹിഷാം. ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ ചരിത്രമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഉമ്മു ഹക്കീം എന്ത് ചെയ്തു? മക്ക ഫതഹിൽ റസൂലുള്ളാഹിനെ എടുത്തു വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് ഉമ്മു ഹക്കീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലെ, പിന്നെ ഇക്രിമ പാഞ്ഞു ഓടി, ഞാൻ പിന്നെ ഇക്രിമയെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇക്രിമയെ സ്വീകരിക്കുമോ? അദ്ദേഹത്തിന് നിങ്ങൾ അമ്ന് നൽകുമോ ചോദിക്കണം. അമ്നാണെന്ന് കൊല്ലാൻ പറഞ്ഞല്ലേ? ആദ്യം കൊല്ലാൻ പറഞ്ഞ ഇക്രിമിനാണ്. നിങ്ങൾ അദ്ദേഹത്തിന് അമ്ന് നൽകുമോ ചോദിക്കാണ്. അവർ റസൂൽ പറയാണ്, കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെയാണ് ഉമ്മു ഹക്കീം എന്ത് ചെയ്യുന്നത്? ഇക്രിമ പാഞ്ഞ വഴിയെ പോണത്. ഒരു റോമക്കാരൻ അടിമ ഉണ്ടായിരുന്നു ഉമ്മു ഹക്കീമിൻ്റെ കൂടെ. ആ റോമക്കാരൻ ഒരു ദുഷിച്ച സ്വഭാവക്കാരനായിരുന്നു. അയാൾ ഉപദ്രവിച്ചൊക്കെ പറയുന്ന കേൾക്കാം. എന്തായാലും ചരിത്രത്തിൽ വായിക്കണതാണ്. ഈ ഉമ്മു ഹക്കീം റളിയല്ലാഹു തആല അൻഹ അയാൾ എന്ത് ചെയ്ത്? അവർ പോയി ഇക്രിമയെ അന്വേഷിച്ച് പോകുമ്പോഴാണ് എന്ത് ചെയ്യണത്? ഇക്രിമ അവിടുന്ന് വരുന്നത്. ഈ അനുഭവത്തിൽ മനസ്താപത്തിൽ വരികയാണ്. അപ്പോൾ ഉമ്മു ഹക്കീം എന്ത് ചെയ്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അമ്ന് പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇക്രിമ പിന്നെ എന്ത് ചെയ്യണം? ഉമ്മു ഹക്കീം കൊണ്ടുവന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്രിമയെ സ്വീകരിച്ച് പിന്നെ ഇക്രിമ ചരിത്ര പ്രസിദ്ധമായ പിന്നെ ബയ്യത്ത്, റസൂലുള്ളാഹിക്ക് ബയ്യത്ത് ചെയ്ത് റസൂലുള്ളാഹി അദ്ദേഹത്തെ സ്വീകരിച്ചൊക്കെ വലിയ ചരിത്രം നമ്മൾ വായിക്കും. ഈ ഉമ്മു ഹക്കീം ഇക്രിമ പിന്നെ ഇസ്ലാം ആശ്രയിച്ച പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൺകൊളിർക്കുന്ന കുറേ ചരിത്രങ്ങളാണ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അദ്ദേഹം എർമൂക്കിൽ പോയി. എർമൂക്ക് അജ്നാദീൻ എല്ലാം ഉണ്ടല്ലോ, അതിലൊക്കെ സംബന്ധിച്ചിട്ട് എർമൂക്കിലാണ് അല്ലെങ്കിൽ അജ്നാദീനിലാണ് അദ്ദേഹം ഷഹീദാണത്. ഈ ഉമ്മു ഹക്കീം വിധവയായി. നോക്കണം, ഈ കുടുംബം ഇവർ വിധവയായി ചരിത്രത്തിൽ കാണാം. പിന്നെ
യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഈ ഉമ്മു ഹക്കീം വിധവയായപ്പോൾ ഒരു 4 മാസവും 10 ദിവസവും ഇദ്ദയായിരുന്നു. എന്നിട്ട് അവരെ വിവാഹം അന്വേഷിച്ചു. പക്ഷേ ഇവർ ഇദ്ദയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിവാഹത്തിൻ്റെ സൂചന ഖാലിദ് ബിൻ സഈദ് ഇബ്ൻ അൽ ആസ് അലാമവി ഇവർക്ക് നൽകിയിരുന്നു. അങ്ങനെ ഈ ഉമ്മു ഹക്കീം ഖാലിദ് എന്നിവരെ വിവാഹം നടന്നു. അത് ആ യുദ്ധയാത്രയിൽ ഇക്രിമ മരിച്ചിട്ടുള്ള യുദ്ധയാത്രയിൽ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ പിന്നെ ഈ അജ്നാദൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുറുജുസുഫുർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് മുറുജുസുഫുർ. അവിടെ ഒരു കന്തറത്ത് സുഫുർ എന്ന് പറഞ്ഞൊരു പാലുണ്ട്. ഈ മുറുജുസുഫറിൽ വെച്ചിട്ട് പിന്നെ അടുത്ത യുദ്ധമാണ് റോമക്കാരേറ്റ്. ആ പാലത്തിന് ഇന്നും കന്തറത്ത് ഉമ്മു ഹക്കീം എന്നാണ് പറയുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ മുറുജുസുഫുർ എന്നിടത്ത് റോമക്കാർ സംഘടിച്ചപ്പോൾ അവരോടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇവരേറ്റ് വിവാഹ ഉടമ്പടി നടന്നിട്ടുള്ളൂ, അക്കത് നടന്നിട്ടുള്ളൂ. ആര്? ഖാലിദ് ബിൻ സഈദ്. അപ്പോൾ ഖാലിദ് ബിൻ സഈദ് പറയാണ് നമുക്ക് വീട് കൂടാം, അറയിൽ കൂടാന്ന് പറയാണ്. അപ്പോൾ ഉമ്മു ഹക്കീം പറയാണ് ഈ ഒരു സൈന്യം മുന്നിൽ ഒരു യുദ്ധമാണ്, അതുകൊണ്ട് നമ്മളിവിടെ ഒരു ആദ്യരാത്രി പങ്കിടുന്നത് ഉചിതമല്ല, അതുകൊണ്ട് ഇത് കഴിയട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഖാലിദ് ബിൻ സഈദ് പറയാണ് ഇന്നി അറ അൻ ഉസാബഹുന, ഞാൻ ഈ ഏറ്റുമുട്ടലിൽ ഷഹീദാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ എന്ന് പറയണം. അപ്പോൾ ഉമ്മു ഹക്കീം സമ്മതിക്കാൻ. അങ്ങനെ അന്ന് അറയിൽ കൂടി പിറ്റേന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇറങ്ങി റോമക്കാരായിട്ടുള്ള യുദ്ധത്തിൽ. അതോടുകൂടി ഉമ്മു ഹക്കീം ഒന്നുകൂടി വിധവയായി. ആ വാർത്ത വരുമ്പോൾ അവരുടെ മുഖത്തുള്ള ചായങ്ങൾ പോലും മാഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പിന്നെ ഉമ്മു ഹക്കീമും ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. റോമക്കാരിൽ നിന്ന് 7 പേര് അവരുടെ അറയിൽ, അവർ ഹൈമ ടെൻ്റാണ്, കൂടാരം, അതിൽ വെച്ച് അവർ ഏറ്റുമുട്ടിയതൊക്കെ ചരിത്രത്തിൽ വായിക്കാം. പിന്നെ ഈ ഉമ്മു ഹക്കീമിനെ ഏറ്റെടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരെ വിവാഹം കഴിച്ചു. അതിലാണ് ഫാത്തിമ എന്ന കുട്ടി ഉണ്ടായത്. ഫാത്തിമ എന്ന കുട്ടി ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായത് ഈ ഉമ്മു ഹക്കീമിൽ നിന്നാണ് ചരിത്രം. അല്ല കൊല്ലി ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ വിഷയതാണ്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നിർവഹിച്ച ഈ ദുആ, അദ്ദേഹത്തോട് ആ കപ്പലിലുള്ള ആളുകൾ, അവർ മുസ്ലിമീങ്ങളല്ല, അവരുടെ കപ്പൽ കാറ്റിലും കോളിലും കടൽ തിരമാലകളിലും അകപ്പെട്ടപ്പോൾ അഖ്ലിസു ഫൈന ആലിഹതകും ലാ തുഗ്നി ഹാഹുന എന്ന് പറയാണ്. ലാ യുഗ്നി അൻകും ഇല്ലാ അൻ തദഉ അല്ലാഹ്, അള്ളാഹിനോട് മാത്രം നേർന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇക്രിമയുടെ മനസ്സ് തുറന്നത്, കൽബ് തെളിഞ്ഞത്. അദ്ദേഹം പറയാണ് ഈ കടലിൽ അള്ളാഹ് മാത്രമേ രക്ഷപ്പെടുത്താനുള്ളൂ എങ്കിൽ അള്ള തന്നെയാണ് കരയിലും രക്ഷപ്പെടുത്താൻ. ഇവിടെ അള്ള മാത്രമേ ഉപകരിക്കുകയുള്ളെങ്കിൽ ആ അള്ളാഹു തന്നെയാണ് കരയിലും ഉപകരിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വായന നടത്തി. അദ്ദേഹം എന്ത് ചെയ്ത് മാറി, അല്ലേ? ആ ഷിർക്കിൽ നിന്ന് മാറി അദ്ദേഹം ഈ തൗഹീദിലെ മാർഗേണ വന്നു എന്നുള്ളതാണ്. മുശ്രിക്കുകളുടെ ചരിത്രത്തിൽ അങ്ങനത്തെ പല വിഷയങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. നമ്മളിതിവിടെ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ അൽ ഖവാഇദുൽ അർബ 4 കായിദകൾ, അടിസ്ഥാനങ്ങൾ പറയിട്ടുള്ളത്. അതിൽ 4ാമത്തെ കായിദ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നത് മുശ്രിക്കീങ്ങളെ തൗഹീദിലേക്ക് വിളിക്കാനാണ്, അല്ലേ? അന്നത്തെ മുശ്രിക്കുകളേക്കാൾ കടുത്ത ഷിർക്കാണ് ഈ ആധുനികരായ മുശ്രിക്കുകൾക്കുള്ളത് എന്നാണ്. ആധുനികരായ മുശ്രിക്കുകൾക്കുള്ളത് കാരണം അവർക്ക് അവരുടെ അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അവർക്ക് അള്ളാഹ് മാത്രം എന്നാണ്. ദഅവല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹർ വല്ല മൻ തദഊന ഇല്ലാ ഇയ്യ. കടലിൽ അവർക്ക് വല്ല ദുരിതവും ഏറ്റാൽ വല്ല മൻ തദഊന ഇല്ലാ ഇയ്യ എന്നാണ്. അള്ളാഹു ചോദിച്ചാൽ അവർ ദുയർന്നവരൊക്കെ മാറിക്കും, അവർക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, കരയിലേക്ക് അവർ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാഹും യുശ്രികൂൻ, അപ്പോഴാണ് അവർ ശിർക്ക് ചെയ്യുക. ഇതാഹും യുശ്രികൂൻ, രക്ഷപ്പെടുവോളം അവർക്ക് അള്ളാഹ് മാത്രം എന്നുള്ളത്. രക്ഷപ്പെട്ടാൽ പിന്നെ ശിർക്ക് ചെയ്യും. അതേപോലെ പിന്നെ ഇതേപോലെ തന്നെ വൈദാ റകിബു ഫിൽ ഫുൽകി എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് എന്നിട്ട് ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി
ഫലമ്മ നജ്ജാക്കും ഇലൽ ബരി, നിങ്ങളെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറൽത്തും എന്നാണ് എന്താ? കടലിൽ അള്ളാഹു മാത്രം, കരയിലേക്ക് രക്ഷപ്പെട്ടെങ്കിൽ ആറൽത്തും നിങ്ങൾ മുഖം തിരിക്കും, പുറംതിരിയും അള്ളാഹുവിൽ നിന്ന്. അപ്പം അനിവാര്യതകൾക്ക് അവർക്ക് അള്ളാഹു മാത്രം. ആ വിഭാഗത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്ലാസ് ഉള്ളവരാക്കാൻ വേണ്ടിയിട്ട് നിയുക്തമായത്. ഇന്ന് മുസ്ലിം നാമധാരികളായ പല മനുഷ്യന്മാർക്കും കരയിലും അള്ളാഹു ഇല്ലാത്തവരാണ്, പിന്നെ കടലിലും അള്ളാഹു ഇല്ലാത്തവരാണ്. നിർബന്ധ സാഹചര്യങ്ങളിലും അനിവാര്യതകളിലും അള്ളാഹ് എന്ന് വിളിക്കാത്ത ഒരു ദുരവസ്ഥയാണ് പല മുസ്ലിങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്നത്തെ മുശ്രിക്കും ഇന്നത്തെ മുശ്രിക്കും താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാധർമ്മത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തോലാണ് ഭേദം, അന്നത്തോലാണ് ഡോസ് കുറഞ്ഞ ടീം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നതീജ. അള്ളാഹു മുസ്താൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇസ്തിഖാമത്ത് ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വൈദാ ഗശിയഹും മൗജുൻ കബ്ബൂലലി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ലകുല്ലി ഖത്താരിൻ കഫൂർ. ഈ ലമ്മ അല്ല, ഇവിടെ എന്താ അർത്ഥം? ലമ്മ നജ്ജാം, അവർ രക്ഷപ്പെടുത്തിയപ്പോൾ, ഇലൽ ബർരി രക്ഷപ്പെടുത്തിയാൽ എന്നുള്ളതാണ്. ഫമിൻഹും മുഖ്തസിദ്. പക്ഷേ നമ്മൾ ചിലയിടത്ത് ഇപ്പോൾ ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, ഇൻകുല്ലു നഫ്സിൻ, ഒരു മനുഷ്യനുമില്ല എന്താ ലമ്മ അലൈഹ ഹാഫിദ്. അവിടെ എന്താ ലമ്മ എന്ന് പറഞ്ഞാൽ ഇല്ല അലൈഹ ഹാഫിദ്. ഒരു ഹാഫിദ് സംരക്ഷകൻ ഇല്ലാതെ ഒരു നഫ്സും ഇല്ല എന്നാണ്. അവിടെ ലമ്മ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്, അല്ലേ? പല അർത്ഥത്തിൽ പ്രയോഗിക്കും ഈ ലമ്മ. അതേപോലെ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ധരിക്കുകയാണോ? വലമ്മയത്തിക്കും എന്നാണ് എന്താ? ലമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാകരണത്തിനാണ്. ലമ്മയത്തിക്കും, നിങ്ങൾക്ക് വന്നിട്ടില്ല. ലമ്മ വർത്തമാന ഭാവി കാലക്രിയയെ ജസ്മ് ചെയ്യാനും നഫീവ് ചെയ്യാനും പറയും. നിരാകരിക്കാനുള്ളതാണ് അവിടെ ലമ്മ, നിരാകരണത്തിൻ്റെ അർത്ഥത്തിന്. ഇവിടെ അങ്ങനെയല്ല. ലമ്മ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ഒരു ഷർത്തിൻ്റെ അർത്ഥത്തിൽ രണ്ട് സെൻറ്റൻസുകളെ ഘടിപ്പിക്കാനൊക്കെ വ്യാകരണത്തിലൊരു ചർച്ച കാണാം. അലാകുല്ലി ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. അള്ളാഹു പറയാണ്, നമ്മുടെ ആയത്തുകളെ ജഹദ് ചെയ്യൂല, മനസ്സിൽ അതിനെ നട്ടതിന് ശേഷം പിന്നെ നാവുകൊണ്ട് അതിനെ നിരാകരിക്കൂല. ആരല്ലാതെ? ഇല്ലാ കുല്ലു ഖത്താരിൻ, എല്ലാ ഖത്താറുമല്ലാതെ, കൊടിയ വഞ്ചകൻ ആയവനല്ലാതെ, കഫൂർ, അങ്ങേയറ്റം നന്ദി കെട്ടവനും അല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതിൻ്റെ തുടർച്ചയിൽ യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഈ ആയത്തിൻ്റെ ഒരു ഭാഗം നമുക്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എല്ലാവരെയും അള്ളാഹു വിളിക്കുകയാണ്. അന്നാസ്, ജനങ്ങളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, എന്താ? ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാവുക. നമ്മൾ സൂക്ഷിക്കുക എന്നർത്ഥം പറയുമ്പോൾ അതിൻ്റെ ആ തഖ്വയുടെ പിന്നെ ആശയം ചോർന്നു പോകാൻ പാടില്ല. തഖ്വ വിഖായയിൽ നിന്നാണ്. വിഖായ എന്താ? നമ്മൾ പിന്നെ കുത്തിവെപ്പൊക്കെ നടത്തുമല്ലേ, വിഖായ, പ്രതിരോധ കുത്തിവെപ്പ്. ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. എന്താണ്? മുതൽ ഇൻഫ്ലുവൻസ അൽ മൗസമിയ, തണുപ്പ് സീസൺ വരെയല്ലേ, അപ്പം അതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള കുത്തിവെപ്പ് വിഖായ എന്നാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഅലുൽ മഅ്മൂറാത്ത് ഉണ്ടല്ലോ, കൽപ്പനകൾ ചെയ്തുകൊണ്ടാണ്. അതേപോലെ തർക്കുൽ മുൻകറാത്ത് അല്ലെങ്കിൽ മുഹറമാത്ത്, നിഷിദ്ധങ്ങൾ വർജിച്ചുകൊണ്ടാണ്. അപ്പോൾ മഅ്മൂറാത്ത് കൽപ്പനകൾ ചെയ്തും, മുഹറമാത്ത് നിഷിദ്ധങ്ങൾ കൈയൊഴിച്ചും
എന്താണ് വിഖായത്ത് സ്വീകരിക്കലാണ് തഖ്വ. അപ്പോൾ തഖ്വ സാക്ഷാത്കരിച്ചവനിൽ എന്തുണ്ടാവും? കൽപ്പനകൾ ഉണ്ടാവും. തഖ്വ സാക്ഷാത്കരിച്ചവനിൽ എന്തുണ്ടാവും? വിരോധങ്ങൾ ഉണ്ടാവില്ല, അതിൽ നിന്ന് അവന് വിട്ടു നിൽക്കും. അതാണ് ഇത്തഖുല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം. ഇത്തഖു റബ്ബക്കും, ഇത്തഖുല്ല, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാവുക എന്ന് പറഞ്ഞെങ്കിൽ റബ്ബ് പറഞ്ഞിടത്ത് നിങ്ങൾ ഉണ്ടാകുക, റബ്ബ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ ഉണ്ടാകാതിരിക്കുക, ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅത്തു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. അലി റളിയല്ലാഹു തആല തഖ്വൻ്റെ നിർവചനം പറഞ്ഞാണത്. എന്താ അൽ ഖൗഫു മിനൽ ജലീൽ? ജലീൽ ആരാ? അൽ ജലീൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള പേടി. പിന്നെ വൽ അമലു ബി തൻസീൽ, തൻസീൽ കൊണ്ടുള്ള അമൽ. തൻസീൽ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനും സുന്നത്തും, അതുകൊണ്ടുള്ള അമൽ. പിന്നെ വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഖലീൽ കൊണ്ടുള്ള തൃപ്തി. ഉള്ളത് കുറച്ചാണെങ്കിലും അതിൽ മനപ്പൊരുത്തം, അതിലുള്ള പിന്നെ ഇഷ്ടം, താല്പര്യം. കുറഞ്ഞു പോയല്ലോ എന്നുള്ള വേപതില്ല, കൂടുതൽ ഉണ്ടാകണം എന്നുള്ള വ്യഗ്രതയില്ല, ഉള്ളതിലുള്ള ഖനാഅത്ത്. അതൊരു ഭയങ്കര സ്വഭാവമല്ലേ? കന്ന അഹുല്ല ബിമാ ആത, അള്ളാഹു തന്നതിൽ അള്ളാഹു ഖനാഅത്ത് നൽകുക. അള്ളാഹു തന്നത് കുറച്ചായാലും കൂടുതലായാലും അതിൽ ഖനാഅത്ത്, ഇത് മതി വരുത്തുക. അത് നല്ല സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആത. ഖദ് അഫ്ലഹ, അള്ളാഹു സത്യം ചെയ്തിട്ടാണ് പറയുന്നത്, വിജയം വരിച്ചു, തീർച്ചയായും വിജയം വരിച്ചു. ആര്? മൻ അസ്ലമ, ഇസ്ലാം ആശ്ലേഷിച്ചവൻ. വറുസിഖ കഫാഫൻ, കഫാഫ് ഉപജീവനം നൽകപ്പെട്ടവൻ. കഫാഫ് എന്ന് പറഞ്ഞാൽ പശി അടങ്ങുന്നത്, യാചനയെ ചേർക്കുന്നത്, ആരാനോട് അരക്കാതെ തൻ്റെ വിശപ്പ് മാറും വിധമുള്ള ഉപജീവനം കനിഞ്ഞവൻ. പിന്നെ വഖന്നഅഹു അല്ലാഹു ബിമാ ആത, പടച്ചോൻ നൽകിയതിൽ ഖനാഅത്ത്, നൽകിയതിൽ ഉണ്ടല്ലോ ഖനാഅത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കുറഞ്ഞു എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല, ഇനി കിട്ടണം എന്നുള്ള ആ ഒരു ആർത്തി ഉണ്ടാവില്ല, ആ ഒരു നല്ല ഗുണം വരും. അതാണ് ഖനാഅത്ത്. അലി റളിയല്ലാഹു പറയുന്നത് അതാണ്. അൽ ഖൗഫ് മിനൽ ജലീൽ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി. വൽ അമലു ബി തൻസീൽ, തൻസീൽ അനുസരിച്ചുള്ള കർമ്മങ്ങൾ. പിന്നെ വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഖലീലാണെങ്കിലും അതിലുള്ള മനപ്പൊരുത്തം. പിന്നെ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യൗമുർ റഹീൽ മയ്യത്ത് കെട്ടിൽ പോണ ദിവസം, മയ്യത്ത് കെട്ടിൽ കയറിയിട്ടുള്ള മരണയാത്ര, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, ഇസ്തിഅദാദ്. അതാണ് തഖ്വ. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ ഇത്തഖൂ റബ്ബക്കും, റബ്ബിൽ തഖ്വയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാക്ഷാത്കരിക്കലാണ്. സാക്ഷാത്കരിക്കലാണ്. അതിൻ്റെ ആകത്തുക അതാണ്. പടച്ചോൻ പറഞ്ഞത് ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് തഖ്വ. യാ അയ്യുഹന്നാസി തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ്, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിച്ച് നിങ്ങൾക്ക് അന്നം നൽകി നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ ഉടമപ്പെടുത്തിയവൻ, അതാണ് റബ്ബ്. അവന് തഖ്വയുള്ളവരാവുക. വഖ്ശൗ യൗമൻ, വഖ്ശൗ എന്താ? ഖശയ യഖ്ശ എന്നാ പേടിക്കുക. ഖാഫ യഖാഫ്, ഖശിയ യഖ്ശ. പക്ഷെ ഖശിയയും ഖാഫയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഖശിയ പേടിയാണ്, ഖൗഫും പേടിയാണ്. ഖശിയത്ത് പേടിയാണ്, ഖൗഫ് ഖാഫ അത് പേടിയാണ്. പക്ഷെ ഖശിയയിൽ അറിഞ്ഞുകൊണ്ടുള്ള പേടിയാണ്. ആരെയാണോ പേടിക്കുന്നത് അവൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പേടിയാണ്. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. ഇന്നമാ യഖ്ശല്ലാഹ്, അള്ളാഹുവിൽ ഖശിയത്തുള്ളവർ ആരാണ്? അള്ളാഹിൻ്റെ ദാസന്മാരിൽ അൽ ഉലമ. ആരാ? ഉലമാക്കളാണ്. കാരണം ഉലമാക്കൾ അള്ളാഹു ആരെന്ന് അറിഞ്ഞു, അള്ളാഹിൻ്റെ സിഫത്തുകൾ അറിഞ്ഞു, അള്ളാഹിൻ്റെ നാമങ്ങൾ അറിഞ്ഞു, അള്ളാഹിൻ്റെ പ്രവൃത്തികൾ അറിഞ്ഞു, അള്ളാഹുവിൻ്റെ മഹത്വം എന്ത് എന്ന് ഉൾക്കൊണ്ടു എന്നിട്ടുള്ള പേടിയാണ്. അവിടെ പ്രയോഗിച്ചത് ഖാഫ എന്നല്ല, പിന്നെ ഖശിയ എന്നാണ്. ഖാഫ മൊത്തത്തിൽ പേടിക്ക് പറയും. അപ്പോൾ ഇവിടെ ഈ വഖ്ശൗ യൗമൻ എന്നാണ്. വഖ്ശൗ, നിങ്ങൾ പേടിക്കണം, അറിഞ്ഞ് ഗാംഭീര്യവും ഗൗരവവും ഉൾക്കൊണ്ടുള്ള പേടി വേണമെന്നാണ്. ഏത്? വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ യൗമൻ. യൗമൻ, ഈ തൻവീൻ ഉണ്ടല്ലോ, ദിവസം നട്ടാ തെൻവീനുണ്ടാ? ഈ തെൻവീനെ കുറിച്ച്, തെൻവീൻ ലി തഅദീം എന്നാണ്. ഈ ദിവസം ചില്ലറ ദിവസമല്ല,
ഇത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഈ ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ. എന്ത്? ലാ യജ്സി വാലിദുൻ അം വലദിഹി വലാ മൗലൂദുൻ വജാസിൻ അം വാലിദിഹി ഷൈഅ എന്ന്. ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് യൗമ യജാലുൽ വിൽദാന ശീബൻ. എന്താ? കുട്ടികൾ പോലും നരച്ചു പോകും അല്ലേ? ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബത്തിഹി വ ബനി. ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ ദിവസത്തിന് അതിൻ്റേതായ കുറേ വിഷയങ്ങളുണ്ട്, ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് ഈ യൗമൻ തൻവീൻ. വഹ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ വഹ്ഷൗ, അത് തന്നെ അതിൻ്റെ ഗൗരവം അറിഞ്ഞു ഉൾക്കൊണ്ട് ഭയക്കണം എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊരു ആൾ വന്നിട്ട് പറയാണ്, ഒരു നാടൻ, ഒരു നിർധനൻ, യാ ഉമർ അൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സു ബുനയ്യാതി വ ഉമ്മഹുന്ന വ കുല്ലനാ മിനസ് സമാനി ജുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫ്അലന്ന. യാ ഉമർ അൽ ഖൈർ, ഉമറിനെ വിളിക്കാണ്. നന്മയുടെ ഉമറെ, ജുസീതൽ ജന്ന, അങ്ങേക്ക് അല്ലാഹു സ്വർഗം പ്രതിഫലം നൽകട്ടെ. ഉക്സു ബുനയ്യാതി വ ഉമ്മഹുന്ന, എൻ്റെ പെൺമക്കളാണ്, അവരുടെ ഉമ്മയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണി പാവങ്ങൾ. അതുകൊണ്ട് അവരുടെ നാണം മറക്ക്, അവർക്ക് വസ്ത്രം നൽകി എന്ന് പറയാണ്. യാ ഉമർ അൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സു ബുനയ്യാതി വ ഉമ്മഹുന്ന. എന്നിട്ട് പറയണം വകുല്ലനാ മിനസ് സമാനി ജുന്ന, ഞങ്ങൾ കാലക്കെടുതിയിലാണ്, വറുതിയിലാണ്, പട്ടിണിയിലാണ്. അതുകൊണ്ട് ഈ കാലക്കെടുതിയിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് ഒരു പരിചയമായി വർത്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പട്ടിണി അകറ്റണ വേണ്ടിയിട്ട് നിങ്ങൾ വർത്തിക്കുക എന്നാണ്. ഉഖ്സിമു ബില്ലാഹി ലതഫ്അലന്ന, അള്ളാഹുവിൽ സത്യം ചെയ്ത് ഞാൻ പറയണം, അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഖൈർ, നിങ്ങളിത് ചെയ്യണമെന്ന്. അപ്പോൾ ഉമർ അയാളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇല്ലം അഫ്അൽ ഫമാ യകൂൻ, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ചോദിക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സുന്ദരമായ കവിത അല്ലേ, അദ്ദേഹം ആ കവിത തുറത്താണ്. ഇദൻ അബാ ഹഫ്സിൻ ല അദ്ഹബന്ന, ഇദൻ അബു ഹഫ്സ്, എങ്കിൽ അബു ഹഫ്സ് അറിയുന്ന ആരെ? ഉമറിൻ്റെ പുള്ളിപ്പേരാണ് അബു ഹഫ്സ് റളിയല്ലാഹു അൻഹു. അബു ഹഫ്സ് ലാ അദ്ഹബന്ന, ഞാൻ പോവും, ഞാൻ ഇവിടെ പോലും ഞാൻ പോവും, നിങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ പോവും. അപ്പോൾ കൊണ്ട് മുറിവൊക്കെ നിങ്ങൾ പോയാൽ എന്താ? ഇത് അദ്ദേഹം ഫമാദാ യകൂൻ, എന്താ സംഭവിക്കാൻ ചെയ്യുക? അപ്പോൾ അയാൾ പറയാണ്, ഇതൻ നിങ്ങൾ പോയാൽ എന്ത് എന്നാണ് ഉമറിൻ്റെ ചോദ്യം. അപ്പോൾ അയാൾ അതിൻ്റെ ആ മറുപടി, ഇതൻ അബാ ഹഫ്സിൻ ലതുസ്അലന്ന, ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്ന യൗമ യകൂനുൽ ഉഅ്തിയാതു മിന്ന വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മ ഇലാ നാരിൻ വ ഇമ്മ ജന്ന. നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ എന്താവുന്നല്ലേ? ഇദൻ അബാ ഹഫ്സിൻ, എന്താകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബു ഹഫ്സ് ലതുസ്അലന്ന, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന്. യൗമ യകൂനുൽ ഉഅ്തിയാത്ത് മിന്ന, യൗമ യകൂനുൽ ഉഅ്തിയാത്ത്, പിന്നെ സമ്മാനങ്ങൾ, സഹായങ്ങൾ അനുഗ്രഹമായി വർത്തിക്കുന്ന ദിവസം, സഹായങ്ങൾ അനുഗ്രഹമായി വർത്തിക്കുന്ന പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതാണ്ടാവുക. ഫമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾക്കിടയിൽ ചോദിക്കപ്പെടുന്നവൻ ഇമ്മ ഇലാ നാരിൻ വ ഇമ്മ ജന്ന, ഒന്നുകിൽ നാറിലേക്കാണ് അല്ലെങ്കിൽ ജന്നത്തിലേക്കാണ് ചോദിക്കപ്പെടുന്നവൻ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ. അപ്പോൾ ചോദിക്കും അനുഗ്രഹങ്ങളെക്കുറിച്ച്, ആ ചോദ്യം നിങ്ങൾക്കും വരും എന്നാണ് പറഞ്ഞത്. ആ ചരിത്രത്തിൽ അപ്പോൾ ഉമറിൻ്റെ അടുക്കൽ ഒന്നും കൊടുക്കാണ്ടായിരുന്നതാണ്. ഉമറിൻ്റെ ആ ഒരു വസ്ത്രമല്ലാതെ അതെടുത്ത് കൊടുത്തു എന്നാണ്. ആ ദിവസത്തെ പിന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇപ്പം എൻ്റെ അടുത്തുള്ള ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ സഹായിച്ച ചരിത്രമാണ്. പിന്നെ അദ്ദേഹത്തെ ആ പട്ടിണിയും വെറുതെയും മാറ്റിയ ചരിത്രമാണ് നമ്മളതിൽ വായിക്കുന്നത്. ഏതായാലും ഉമർ റളിയല്ലാഹു തആല അൻഹു അയാളുടെ ആ ഒരു ഉണ്ടല്ലോ ചോദ്യത്തിൽ, അവതരണത്തിൽ ഉണ്ടല്ലോ, പരലോകത്തെ ഭയന്നിട്ടാണ്. ആ ദിവസം ഞാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ എനിക്ക് രക്ഷയാകാനെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ വഖ്ശൗ യൗമൻ, ഈ ദിവസത്തെ നിങ്ങൾ ഭയക്കണേ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നെഞ്ചേറ്റിയത് കാരണത്താലാണ്. ഈ വഖ്ശൗ യൗമൻ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നത് ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ.
ഇന്ന വഅദല്ലാഹി ഹഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അടുത്ത ആഴ്ച ഇത് പൂർത്തിയാക്കാം. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.